ജീവനും ജീവിതത്തിന്റെ ഈ ലേറ്റസ്റ്റ് സെഷനിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു ദൈവഭക്തന്റെ അത്യധ്വാനവും ദൈവകൃപയുടെ അതിവ്യാപാരവും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കർത്താവിൽ നിന്ന് ലഭിച്ച അർഹിക്കാത്ത നന്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരുന്ന നന്ദി നിറഞ്ഞ ഒരു ആശ്രയ ബോധമുണ്ട്. കർത്താവെ, അങ്ങേ ഞാൻ അനുഗമിക്കട്ടെ എന്ന ബോധ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ എന്നറിയാതെ പാടിപ്പോകുന്ന ഒരു ഹൃദയത്തിന്റെ അവസ്ഥ. ഈയിടെയായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് വളരെ അലോസരപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. നമ്മളിങ്ങനെ സഭയായിട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ അറിയാതെ ഒരു ചിന്ത ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന്. നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിലെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ ബാഹുല്യവും അധ്വാനവും കൃത്യനിഷ്ഠയും ആത്മീയ ശുശ്രൂഷകളിലെ കൃത്യമായ പങ്കാളിത്തവും എന്നെ കർത്താവിന് പ്രിയപ്പെട്ടവനാക്കി തീർക്കും, കർത്താവിനെ അത് പ്രസാദിപ്പിക്കുന്നു എന്ന് അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യത. തീർച്ചയായിട്ടും വാക്കിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ബൗദ്ധിക തലങ്ങളിലൊക്കെ വിശ്വാസത്താലാണ് രക്ഷ, ദൈവകൃപയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞാലും എൻ്റെ പരിശ്രമവും അധ്വാനവും അതിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിയാതെ ചിന്തിച്ച് പ്രവർത്തിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യത. ഇത് ഒരു പുറമാണ്. ഇതിൻ്റെ ഒരു മറുപുറം തീർച്ചയായിട്ടും നമുക്കറിയാം, ദൈവകൃപയാണ് എൻ്റെ രക്ഷയുടെ നിദാനം. ഇത് സത്യവുമാണ്. ഇനി ഒരു പരിശ്രമവും എൻ്റെതായിട്ടുള്ള ഒരു പരിശ്രമവും അധ്വാനവും ആവശ്യമില്ല. എല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞല്ലോ. അതൊന്നും ചെയ്യാതെ ഇരിക്കാനുള്ള അപകടകരമായിട്ടുള്ള രക്ഷപ്പെടൽ തന്ത്രവുമാണ്. അപ്പൊ എന്താണ് ഈ ദൈവകൃപയും ഒരു ഭക്തന്റെ പരിശ്രമങ്ങളും അധ്വാനവും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു സമന്വയം എന്താണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ആ സമന്വയം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, അതിനോടുള്ള മനോഭാവം മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലിരിക്കുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അറിയാനും കഷ്ടാനുഭവങ്ങൾ പങ്കാളിയായി അവിടുത്തെ മരണത്തോട് അനുഭവപ്പെടാനും അങ്ങനെ ഏതു പ്രകാരവും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാനുമാണ് ഞാൻ യത്നിക്കുന്നത്. പൗലോസിന്റെ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഒക്കെ ആധാരവും മനോഭാവവും അവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ദൈവകൃപയുടെയും പരിശ്രമത്തിന്റെയും സമന്വയം എവിടെയാണ്, ഏത് മനോഭാവത്തിലാണ് ഇവയെ കാണേണ്ടത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഇന്ന് ശ്രമിക്കാം. അതിനായിട്ട് ഔസേപ്പിച്ചൻ സഹോദരൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. കൃപ എന്ന വാക്ക് ക്രിസ്തീയ വേദശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളിൽ ഒന്നാണ്. പഴയ നിയമത്തിൽ ഖേൻ എന്ന ഒരു പദവും പുതിയ നിയമത്തില് ഗ്രീക്കില് കാരിസ് എന്ന ഒരു പദവുമാണ് കൃപ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കൃപ എന്ന് മാത്രമല്ല, ഫേവർ, കൈൻഡ്നസ് എന്നിങ്ങനെയുള്ള പല പരിഭാഷ വാക്കുകളും അതിനുണ്ട്. പഴയ നിയമത്തിൽ ഖേൻ എന്നുള്ള 66 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ബൈബിളിൽ കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. നോഹിക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പുതിയ നിയമത്തില് 157 തവണ ഈ കാരിസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ദാനം, ഔദാര്യ ദാനം, അനർഹമായ ദാനം എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ വിശദമാക്കുന്നതും മനസ്സിലാക്കുന്നതും. വാക്കുകളുടെ എണ്ണത്തെക്കാൾ അധികം ഈ പദത്തിന് ദൈവശാസ്ത്ര പ്രാധാന്യം, ഈ പദത്തിന്റെ ദൈവശാസ്ത്ര പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. ക്രിസ്തീയ വേദശാസ്ത്രം, പ്രത്യേകിച്ച് രക്ഷാശാസ്ത്രം നമുക്ക് മനസ്സിലാവണമെങ്കിൽ കൃപ എന്ന വാക്കിനെ ഒഴിവാക്കി നിർത്തിയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും.
ആത്മരക്ഷ കൃപയാലാണ് എന്നതാണ് സുവിശേഷത്തിന്റെ മർമ്മം ആയിട്ടിരിക്കുന്നത്. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ പ്രസിദ്ധമായ വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയ വാക്യമുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാൽ അല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്നാണ് പൗലോസ് തീത്തോസിന്റെ ലേഖനത്തിൽ പിന്നെയും എഴുതുന്നത്. അപ്പൊ ആത്മരക്ഷ ദൈവകൃപയുടെ വ്യാപാരമാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കും. എന്നാൽ അതേസമയം തന്നെ ഈ രക്ഷയിൽ മനുഷ്യന്റെ ആത്മാർത്ഥവും ത്യാഗപൂർണവുമായിരിക്കുന്ന പ്രവൃത്തിയുടെ ആവശ്യകതയും ബൈബിൾ ഇതേ പ്രാധാന്യത്തോടെ തന്നെ ഊന്നിപ്പറയുന്നുണ്ട്. ബൈബിളിലെ പല വാക്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് സമയത്ത് വരും. കർത്താവ് തന്നെ പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോസ്തലന്മാരെ പൗലോസിനെ എഴുതി അധർമ്മം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുപോലെ അനുസരിക്കാനുള്ള ആഹ്വാനം. ചിലപ്പോൾ ആളുകള് യാക്കോബ് പ്രവൃത്തി രക്ഷ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്താലുള്ള രക്ഷ പറയുന്നു എന്നിങ്ങനെയുള്ള ഒരു വ്യതിരിക്തത സൃഷ്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പൗലോസിന്റെ വാക്കുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അനുസരിക്കാനും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാനും ഉള്ള ആഹ്വാനവും നിർബന്ധവും, അതനുസരിക്കാത്തവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നുള്ള വസ്തുതയും ഈ വിശ്വാസത്താലുള്ള രക്ഷ, കൃപയാലുള്ള രക്ഷ പഠിപ്പിച്ച അപ്പോസ്തലൻ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കൃപയുടെ പ്രവൃത്തിയാണോ നമ്മുടെ രക്ഷ, അതോ മനുഷ്യന്റെ അധ്വാന ഫലമായി മനുഷ്യന്റെ അധ്വാനത്തിന് അതിന് എന്ത് പങ്കാണ് ഉള്ളത് എന്ന കാര്യത്തിലുള്ള ചർച്ച ഒരർത്ഥത്തില് സഭാ കാലഘട്ടത്തിന്റെ ആദ്യം മുതൽ തന്നെ നിലവിലിരുന്ന ഒരു ചർച്ചയാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശയമാണ്. ചില ആളുകൾ അതിനെ പറയുന്നത് ബൈബിളിലെ ഒരു യഥാർത്ഥ വൈരുദ്ധ്യം തന്നെയാണ് ഇത്. ഒരു വശത്ത് പുതിയ നിയമം ബൈബിൾ കൃപയാലാണ് രക്ഷ എന്ന് പറയുമ്പോൾ വേറൊരു വശത്ത് പ്രവൃത്തിയാലാണ് രക്ഷ എന്ന് പറയുന്നുണ്ട്. അത് ബൈബിളിന്റെ ഒരു അബദ്ധമാണ് എന്ന് പറയുന്നവരുണ്ട്. നേരിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും മാർട്ടിൻ ലൂതർ പ്രവൃത്തിയുടെ പ്രാധാന്യം എടുത്തു കാണിച്ച യാക്കോബിന്റെ ലേഖനത്തെ വ്യാഖ്യാനിച്ചപ്പോഴും അതിന് മറ്റ് ലേഖനങ്ങളുടെ അത്ര, പൗലോസിന്റെ മറ്റ് ബുദ്ധിമാ ലേഖനങ്ങളുടെ അത്ര പ്രാധാന്യമില്ല എന്നുള്ളൊരു ആശയമാണ് പുലർത്തിയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ അതിനെ ഒരു എപ്പിസൽ ഓഫ് സ്ട്രോ എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വിശ്വാസത്താലുള്ള രക്ഷ എന്നുള്ള ആശയത്തിന്റെ ശക്തനായ പ്രബോധകനായിരുന്നപ്പോൾ യാക്കോബ് എഴുതിയ ചില വാക്കുകളൊക്കെ അതിനോട് ചേർന്നില്ല എന്ന് കണ്ട് അതിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാൻ ശ്രമിച്ചു. അതായത് ബൈബിളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു ബൈബിളിന്റെ ആശയത്തിന് വിരുദ്ധമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നതിനുള്ളൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ മറ്റൊരു വ്യാഖ്യാന രീതി, ഇതിനെ പൊരുത്തപ്പെടുത്താനുള്ള രീതി, രക്ഷ വിശ്വാസത്തെ കൃപയാലാണ്, പക്ഷെ ക്രിസ്തീയ ജീവിതം, അതായത് ശിഷ്യത്വം മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെയും അത്യധ്വാനത്തിന്റെയും ഫലമായിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. രക്ഷയെയും ശിഷ്യത്വത്തെയും രണ്ടായി കണ്ട് അതിനെ രണ്ട് പ്രോഗ്രാമാണ്. രക്ഷിക്കപ്പെട്ടവരെല്ലാം ശിഷ്യന്മാരല്ല, കാരണം ശിഷ്യന്മാരാണ് വില കൊടുക്കുന്നത്, രക്ഷ സൗജന്യമായിട്ട് കിട്ടുന്നതാണ്, അത് കൃപയാലാണ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിരിക്കുന്ന ഒരു വ്യാഖ്യാന രീതിയും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ വ്യക്തമായ ഇതിനെ കാണുന്ന രീതി, ഇതൊരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം അല്ല, ഇതൊരു അപ്പാരന്റ് കോൺട്രഡിക്ഷൻ ആണ്. അതായത് പ്രകടമായ ഒരു വൈരുദ്ധ്യമാണ് ഇതിനകത്തുള്ളത്. വിശദീകരിക്കാൻ കഴിയാത്ത, നമ്മളെ കൊണ്ട് കഴിയാത്തൊരു പ്രശ്നമായിട്ട്, ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് പറയുന്നവരാണ് ബൈബിളിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്ന വേദശാസ്ത്രികൾ.
ജെ ബാക്കറിനെ പോലെയുള്ള ആളുകളൊക്കെ എഴുതിയത് ഞാൻ വായിച്ചപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. പക്ഷേ നമ്മുടെ നോട്ടത്തിൽ ഇതിനെ പൊരുത്തപ്പെടുത്താൻ പ്രയാസമുള്ള ചില ആശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ദൈവത്തിന്റെ സർവാധികാരം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന ഈ രണ്ട് കാര്യങ്ങളെ ഒരേ സമയം പരപൂരകമായിട്ട് കൊണ്ടുപോകുക പലപ്പോഴും യുക്തിക്ക് അതീതമായ, യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രകടമായ ഒരു വൈരുദ്ധ്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ടാണ് എന്നാൽ ബാക്കർ അതിനെപ്പറ്റി പറഞ്ഞ ഒരു കാര്യം, അത് ഇങ്ങനെ ഇതെങ്ങനെ നിങ്ങൾ പൊരുത്തപ്പെടുത്തും, ഈ രണ്ട് ആശയങ്ങൾ പൊരുത്തപ്പെടുത്തും എന്ന് ചോദിച്ചപ്പോൾ, വൈ ഷുഡ് ഐ റെക്കൺസൈൽ ഫ്രണ്ട്സ്, സ്നേഹിതന്മാരെ ഞാൻ എന്തിനാണ് പൊരുത്തപ്പെടുത്തുന്നത്? ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. മനുഷ്യന്റെ ബോധപൂർവമായ അധ്വാനവും ദൈവത്തിന്റെ സർവാധികാര കൃപയും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സെന്റ് അഗസ്റ്റിന്റെ കാലത്ത് പെലേജിയസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന ഒരു ദൈവശാസ്ത്ര ചിന്താഗതിയാണ് പെലേജിയനിസം എന്നറിയപ്പെടുന്നത്. അതായത് മനുഷ്യന്റെ ബോധപൂർവമായിരിക്കുന്ന പ്രവൃത്തികൾ തന്നെയാണ്, ഇടപെടലാണ് അവന്റെ രക്ഷയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നത് എന്ന്. അഗസ്റ്റിൻ അതിന് എതിരായിട്ട് പറഞ്ഞു. അഗസ്റ്റിൻ ചിന്താഗതി സൊറ്റീരിയോളജിയിൽ പറഞ്ഞത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ സർവാധികാര കൃപയാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് കാരണം. മനുഷ്യനെ കൊണ്ട് അത് ഒന്നും ചെയ്യാനായിട്ട് കഴിയാതെ വണ്ണം മനുഷ്യൻ വീണുപോയവനാണ് എന്ന ആശയം അഗസ്റ്റിനാണ് ആദ്യം രക്ഷാശാസ്ത്രത്തിൽ കൊണ്ടുവന്നത്. പിന്നീടാണ് ജോൺ കാൽവിനൊക്കെ അതിനെ വ്യക്തമായി ക്രോഡീകരിച്ച് വിശദമാക്കിയത് എന്ന് നമുക്കറിയാം. പിന്നീട് ഈ രണ്ട് ആശയങ്ങളെയും ചേർത്ത് സെമി പെലേജിയനിസം എന്നൊരാശയവും പിന്നീട് വന്നിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ സർവാധികാര പ്രവൃത്തിയും മനുഷ്യന്റെ പ്രവൃത്തിയും കൂടെ ചേർന്നാണ് ദൈവത്തിന്റെ രക്ഷാപരിപാടി നടക്കുന്നത് എന്ന ആശയം. ഒരുപക്ഷെ റോമൻ കത്തോലിക്കരൊക്കെ പിൽക്കാലത്ത് ആദ്യം അതിനെ അംഗീകരിച്ചില്ലെങ്കിലും പിൽക്കാലത്ത് പൊതുവെ അംഗീകരിച്ചു പോരുന്ന ഒരു ചിന്താഗതി റോമൻ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളൊക്കെ ഒരു സെമി പെലേജിയൻ കാഴ്ചപ്പാടാണ്. ദൈവത്തിന്റെ പ്രകൃപയും മനുഷ്യന്റെ ഉത്തരവാദിത്വവും ഈ കാര്യത്തിലുണ്ട് എന്ന് പറയുന്ന ചിന്താഗതിയാണ്. കാൽവിനിസവും അർമേനിയനിസവും തമ്മിലുള്ള ഡിബേറ്റിലും ഈ ആശയം തന്നെ വരുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല, ആഴത്തിലുള്ളത്. കാരണം ദൈവത്തിന്റെ സർവാധികാരവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും രക്ഷയിലും ദൈവപരിപാടിയിലും എങ്ങനെ വ്യാപരിക്കുന്നു എന്ന കാര്യം ഒരുപാട് വിവാദങ്ങളുള്ളതാണ്. എളുപ്പമായിട്ട് നമുക്ക് പറഞ്ഞങ്ങ് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. ദൈവശാസ്ത്രത്തിൽ വേറെ രണ്ട് പദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മൊണർജിസം, സിനർജിസം എന്ന രണ്ട് വാക്കുകളുണ്ട്. മൊണർജിസം എന്ന് പറഞ്ഞാല് മോണോ എർഗോസ്, ഒരാളുടെ പ്രവൃത്തി, ഏകന്റെ പ്രവൃത്തി, ദൈവം തന്നെയാണ് രക്ഷയുടെ കാരണക്കാരൻ, ദൈവത്തിന്റെ മാത്രം പ്രവൃത്തിയാണ് രക്ഷ എന്നുള്ളതാണ് മൊണർജിസം എന്ന് പറയുന്നത്. എന്നാൽ സുനർജിസം എന്ന് പറഞ്ഞാൽ എർഗോസ് എന്ന് പറഞ്ഞാൽ സുൻ എന്ന് പറഞ്ഞാൽ കൂടെ, വിത്ത് എന്നുള്ള ആശയമാണ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഒരുമിച്ചുള്ള പ്രവൃത്തിയാലാണ് രക്ഷ സാധ്യമാകുന്നത് എന്ന ആശയത്തിനാണ് സുനർജിസം എന്ന് പറയുന്നത്. പൊതുവെ പ്രൊട്ടസ്റ്റന്റ് ഫണ്ടമെന്റൽ ദൈവവിശ്വാസികള് വീണ്ടും ജനനത്തിൽ ഒരു മൊണർജിസമാണ്, ദൈവം തന്നെയാണ്, മനുഷ്യന്റെ പ്രവൃത്തികൾ അല്ല, ഒന്നും തന്നെ അതില് ഇടപെടുന്നില്ല, മനുഷ്യൻ അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം കഴിവില്ലാത്തവനാണ്, ദൈവം തന്നെയാണ് ഒരാളെ വീണ്ടും ജനിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധീകരണത്തിൽ മനുഷ്യന്റെ പ്രവൃത്തിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ഒരു സിനർജിസ്റ്റിക് ആണ് എന്നൊരു ആശയമാണ് പൊതുവെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിലുള്ളത്. ഈ വിഷയങ്ങളെ പറ്റി ഒന്നും ആഴത്തിൽ ചിന്തിക്കാനുള്ള സമയം അല്ല ഇത് എല്ലാം. ഈ ഒരുപക്ഷെ ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് പ്രകടമായിരിക്കുന്ന ഒരു വൈരുദ്ധ്യമായിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ അറിവിന്റെ പരിമിതി നിമിത്തം കാര്യങ്ങളെ പൊരുത്തമായിട്ട് മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവുകേടായിരിക്കും. എന്നാൽ പൂർണ്ണമായിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്ന, പൂർണ്ണമായ വെളിപ്പാട് വരുന്ന കർത്താവിന്റെ അടുക്കൽ നമ്മൾ എത്തുമ്പോൾ ദൈവത്തിന്റെ സർവാധികാരവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും തമ്മിൽ ഒരു വൈരുദ്ധ്യവും ഇല്ലാതെ വണ്ണം അത് ചേരുന്നുണ്ട് എന്ന് അന്ന് നമ്മൾ തിരിച്ചറിയായിരിക്കും. ഇപ്പം സാധാരണ അറിവിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിൽ ഇപ്പൊ വൈരുദ്ധ്യമായിട്ട് തോന്നുന്നത്
അതിശയങ്ങളായിട്ട്, അത്ഭുതങ്ങളായിട്ട്, വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളായിട്ട് കാണുന്നത് കൂടുതൽ വെളിച്ചം വരുമ്പോൾ, കൂടുതൽ അറിവൊക്കെ വരുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ശാസ്ത്രത്തിലൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്, മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ട്. കൂടുതൽ വെളിച്ചം വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിന് ഈ രണ്ട് കാര്യത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത്, എന്നാൽ സർവാധികാര പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്ത് മനുഷ്യന്റെ എല്ലാ പ്രവൃത്തിയും അതിന് താഴെയാണെന്ന് മനസ്സിലാക്കി ചിന്തിക്കുന്ന ഒരു അപ്രോച്ചാണ്, സമീപന രീതിയാണ് നമുക്ക് നല്ലത്. ഞാൻ ഈ കാര്യം നമ്മുടെ വീണ്ടെടുപ്പിനെയും ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ആശയത്തെ ഒന്നുകൂടെ ലളിതമായി ഗ്രഹിക്കുവാൻ, പരസ്പര പൊരുത്തമായിട്ട് ഗ്രഹിക്കാൻ സഹായകരമായ 3-4 ആശയങ്ങൾ ഞാൻ പങ്കുവെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, രക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ ധാരണയാണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, രക്ഷിക്കപ്പെടുന്നത് നമ്മെ പോലെയുള്ള സുവിശേഷകരായിരിക്കുന്ന ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ എന്താണ് ഈ രക്ഷ എന്നതിൽ പലപ്പോഴും വികലമായിരിക്കുന്ന അല്ലെങ്കിൽ പരിമിതമായിരിക്കുന്ന അറിവുകളെ ആളുകൾക്കുള്ളൂ. എന്താണ് രക്ഷ എന്നുള്ള ഒരു ശരിയായ തിരിച്ചറിവ് നമുക്ക് രക്ഷയെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് സഹായിക്കും. രക്ഷ എന്നുള്ളത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുന്ന ഒരു പ്രക്രിയയല്ല. അതുപോലെ തന്നെ രക്ഷ എന്നുള്ളത് ചെയ്തു പോയ പാപങ്ങളുടെ ക്ഷമ, forgiveness of sins എന്ന് മാത്രമല്ല. പലപ്പോഴും നരകത്തിൽ നിന്ന് മാറ്റി സ്വർഗത്തിൽ ഇരുത്തി എന്ന പദം വളരെ ശരിയാണെങ്കിലും അതുകൊണ്ടൊരു സ്ഥലം മാറ്റത്തിന്റെ രീതിയിൽ അതിനെ കാണുന്ന ഒരു രീതി മാത്രമല്ല, മരിച്ചതിന് ശേഷം ആണ് ഈ സ്ഥലം മാറ്റം യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുവരെ നമ്മൾ ഇവിടെ തന്നെയാണ് എന്ന ചിത്രത്തിൽ മരിച്ച സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു വളരെ ലളിതമായ, ഒരു സിംപ്ലിസ്റ്റിക് ആയ ഒരു രീതിയിൽ രക്ഷയെ കാണാനും അതിലൊരു പുരോഗതി പ്രാപിക്കാത്ത ഒരു സ്ഥിതിയാണ് പലർക്കും ഉള്ളത്. എന്നാൽ രക്ഷ സത്യത്തിൽ ഒരു സ്ഥലം മാറ്റം എന്നതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ദൈവം ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് എന്നുള്ള തിരിച്ചറിവാണ് ദൈവം അതിന് നമുക്ക് തരുന്നത്. അത് നമ്മളെ സ്ഥലം മാറ്റുന്നതല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ മാറ്റം വരുന്നത് നമ്മൾ വസിക്കുന്ന സ്ഥലത്തിലല്ല, നമുക്കാണ് മാറ്റം വരുന്നത്. രക്ഷ എന്നുള്ളത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ യേശു ക്രിസ്തുവിൽ സാധ്യമാകുന്ന ഒരു പുതിയ ജീവിതമാണ്. കർത്താവ് പറഞ്ഞല്ലോ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ റോമാലേഖനം 6:23 സുപ്രസിദ്ധമായിരിക്കുന്ന വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ ജീവൻ. ജീവൻ എന്ന വാക്ക്, ലൈഫ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന് 2 പരിഭാഷകളുണ്ട് എന്ന് നമുക്കറിയാം. ഇംഗ്ലീഷിലുള്ള ഒരു പദത്തിന്, ഒന്ന് ജീവൻ എന്നുള്ള വാക്കുമുണ്ട്, 2 ജീവിതം എന്നുള്ള പദവും ഉണ്ട്. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. എന്നാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പിളിന്റെ പ്രവർത്തനമാണ്. അതിനെയാണ് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത്. ജീവിതവും ജീവന് 2 നാമപദങ്ങളാണെങ്കിലും ഒന്ന് നമ്മളെ ജീവിപ്പിക്കുന്ന ആ പ്രമാണത്തിന് ജീവൻ എന്ന് പറയാം. എന്നാൽ ദൈവം നമുക്ക് തരുന്ന നിത്യജീവൻ എന്നുള്ളത് വെറും ഒരു പ്രമാണമല്ല, നിത്യമായ ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തരുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും പ്രതികരണങ്ങളുടെയും ആശയങ്ങളുടെയും അറിവിന്റെയും എല്ലാം സമഗ്രമായ ഒരു കാര്യമാണ് ജീവിതം. ഒരാൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ജീവിതം ഉണ്ട്, ജീവനുണ്ടെങ്കിൽ ജീവിതമുണ്ട്. അപ്പൊ രക്ഷ എന്നുള്ളത് ക്രിസ്തുവിലുള്ള ആ ജീവിതമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ലോകത്തിൽ വന്ന് എങ്ങനെയാണോ ജീവിച്ചത്, ആ ജീവിതം നമ്മളെ പോലെയുള്ള ആളുകളെ കൊണ്ട് ജീവിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് രക്ഷ. ഒരു പടി കൂടി കടന്ന് കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് മനുഷ്യത്വത്തിൽ ഇന്ന് ജീവിക്കുന്ന ആ ജീവിതം നമുക്ക് സാധ്യമാക്കി തീർക്കുന്ന ദൈവപരിപാടിയായിട്ടാണ് രക്ഷയെ നമ്മൾ കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് നമുക്കറിയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു,
മരിക്കുന്ന ലാഭമാകുന്നു. നമ്മുടെയൊക്കെ ജീവിതം പാപത്താൽ മലിനപ്പെട്ട ഒരു നശ്വര ജീവിതമായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്ത് അതിന്റെ സകല പരിണിത ഫലങ്ങളും അനുഭവിച്ച് നശിച്ചു പോകുന്ന ഒരു ജീവിതമായിരുന്നു, ഒരു നശ്വര ജീവിതം. എന്നാൽ ആ സ്ഥാനത്ത് ദൈവം നമുക്ക് ദാനം ചെയ്യുന്നത് ക്രിസ്തുവിലുള്ള അനശ്വരമായിരിക്കുന്ന ഒരു ക്രിസ്തു ജീവിതമാണ്. ഈ ലോകം ലോകത്തെ ജീവിതം അതിന്റെ പ്രവൃത്തികളോടുകൂടി നശിച്ചു പോകും നമുക്കറിയാം. എന്നാൽ ക്രിസ്തുവിനുള്ള ജീവിതം അതിന്റെ പ്രവൃത്തികളോടുകൂടെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവിതമാണ്. അതായത് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ അസ്തിത്വം, ഒരു പുതിയ ജീവിതം, അതാണ് രക്ഷ നമുക്ക് വാഗ്ദാനം, നമുക്ക് ലഭിക്കുന്ന രക്ഷ. ഈ രക്ഷ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള ജീവിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം, അവിടുത്തെ മനുഷ്യ ജീവിതം നമ്മൾ നോക്കിയാൽ അറിയാം, അവിടുത്തെ ജീവിതം ആത്മശക്തിയാലുള്ള ഒരു ജീവിതമായിരുന്നു. പരിശുദ്ധാത്മാവായിരുന്നു കർത്താവിനെ കൊണ്ട് സംസാരിപ്പിച്ചതും പ്രവർത്തിപ്പിച്ചതും എല്ലാം. അവിടുത്തെ വാക്കുകളിലും അവിടുത്തെ പ്രവൃത്തികളിലും അവിടുത്തെ സംസാരത്തിലും അവിടുത്തെ മരണത്തിലും അവിടുത്തെ പുനരുത്ഥാനത്തിലും എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. അവന്റെ ജനനത്തിലും എല്ലാം ആത്മപ്രവർത്തനമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ആണ് കർത്താവിനെ ജീവിപ്പിച്ചത്. അതേ പരിശുദ്ധാത്മാവിനെ, ക്രിസ്തുവിന്റെ അതേ ആത്മാവിനെയാണ് ദൈവം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നൽകുന്നത്. ആ ആത്മാവ് വരുമ്പോൾ അത് പുതുജീവന്റെ ആത്മാവാണ്. ദൈവരാജ്യം ഒരു പുതിയ ക്രിസ്തു ജീവിതത്തിന്റെ ആത്മാവാണ്. ക്രിസ്തുവിനെ ജീവിപ്പിച്ച അതേ ആത്മാവ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല അത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇതൊരു ആത്മീയ ജീവിതമാണ്. ആത്മീയം എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതമാണ്, പരിശുദ്ധാത്മ ശക്തിയാലുള്ള ജീവിതം. ഈ ജീവിതം അനശ്വരമാണ്, അത് നിത്യമാണ്. കാരണം ആ ജീവിതത്തിന് അവസാനമില്ലാത്തൊരു ജീവിതമാണ്. കർത്താവ് പാപമാണ് ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് എങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണമില്ലാത്ത, പാപവും പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണവുമില്ലാത്ത ക്രിസ്തുവിലുള്ള അനശ്വരമായ ജീവിതം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യജീവൻ എന്നാൽ നിത്യമായ ക്രിസ്തുവേശുവിലുള്ള അനശ്വരമായിരിക്കുന്ന ജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് രക്ഷ എന്നുള്ളത് ഒരു ജീവിതമാണ് എങ്കിൽ, ക്രിസ്തുവിന്റെ ജീവിതമാണ് എങ്കിൽ അതിന് നമ്മുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ പങ്ക് എന്താ? നമ്മൾ തന്നെയല്ലേ ജീവിക്കുന്നത്. നമ്മുടെ പങ്ക് പൂർണ്ണമാണ്. നമ്മുടെ വാക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ അറിവും നമ്മുടെ അധ്വാനവും നമ്മുടെ ആസ്തികളും നമ്മുടെ സമ്പത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് ഈ ജീവിതം, ക്രിസ്തുവിലുള്ള ആ ജീവിതം. സൽപ്രവർത്തികളെ പറ്റി സാധാരണ നമ്മൾ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും സൽപ്രവർത്തികളെ രക്ഷയുടെ മുഖാന്തരമായിട്ട് വെക്കുമ്പോൾ വിശ്വാസികൾ പൊതുവെ സൽപ്രവർത്തികളെ രക്ഷയുടെ അവാന്തര ഫലമായിട്ട്, അതിന്റെ ഫലമായിട്ട് വെക്കും. എന്നാൽ സത്യത്തിൽ രക്ഷയുടെ ഫലമായിട്ടല്ല സൽപ്രവർത്തികളെ കാണേണ്ടത്. രക്ഷ എന്നുള്ളത് സൽപ്രവൃത്തിയുടെ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിന്റെ പേരാണ് രക്ഷ. ഒരു പുതു ജീവിതമാണ്. അതിനാണ് നമ്മളൊരു ആരംഭമുണ്ട്, അതാണ് വീണ്ടും ജനനം. ഈ പുതുജീവിതത്തിന്റെ ആരംഭമാണ്. അതിനൊരു വളർച്ചയുണ്ട്, അതാണ് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ഈ പുതുജീവിതത്തിൽ നമ്മൾ പുരോഗതി പ്രാപിക്കുന്ന ഈ ലോകത്തിലെ ഒരു കാലഘട്ടം നമുക്കുണ്ട്. അതിനൊരു പൂർത്തീകരണമുണ്ട്, അതാണ് തേജസ്കരം. ഒരു കുഞ്ഞിന്റെ ജനനം നമ്മൾ നോക്കിയാല് ആ കുഞ്ഞിന്റെ ജനനത്തിൽ ആ കുഞ്ഞിന് എന്താ പങ്കുള്ളത്? ആ കുഞ്ഞിന് ഒരു പങ്കുമില്ല. എന്നാൽ ആ കുഞ്ഞിന്റെ വളർച്ചയിൽ ആ കുഞ്ഞിന്റെ പങ്ക് എന്താണ്? ആ കുഞ്ഞിന് പൂർണ്ണമായിരിക്കുന്ന പങ്കുണ്ട്. ഏതാണ്ട് ഇതുപോലെ നമ്മുടെ ആത്മീയ ജനനത്തിൽ നമുക്ക് എന്താണ് പങ്കെന്ന് ചോദിച്ചാല് അത് ദൈവത്തിന്റെ ഒരു സർവാധികാര പ്രവൃത്തി. അതില് നമ്മുടെ പങ്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ ജനിച്ച് നമ്മുടെ വളർച്ചയിലും നമ്മുടെ പുരോഗതിയിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന പങ്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ രക്ഷ എന്നുള്ളത്, വിശുദ്ധീകരണം എന്നുള്ളത്, ഈ രക്ഷയിലുള്ള വളർച്ച എന്നുള്ളത് ദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എന്നാൽ ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ദൈവം നമ്മിലും നമ്മളാലും ചെയ്യുന്ന പ്രവൃത്തിയാണ് ആത്മീയ ജീവിതം അഥവാ ക്രിസ്തീയ ജീവിതം. അതാണ് രക്ഷ.
അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ. രണ്ടാമതായി കൃപയെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കൃപ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അനർഹമായ ദാനം എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ദൈവകൃപ എന്നാൽ ദൈവത്തിന്റെ അനന്തമായ അനർഹമായ ആ ദാനത്തിനാണ് കൃപ എന്ന് നമ്മൾ പറയുന്നത്. കൃപയ്ക്ക് സത്യത്തിൽ 2 തലങ്ങളുണ്ട് നമുക്കറിയാം. ഒന്ന് പൊതുവായ കൃപ, മറ്റൊന്ന് പ്രത്യേക കൃപ. പൊതുവായ കൃപ എന്ന് പറഞ്ഞാല് ദൈവം ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പൊതുവായ കൃപയുടെ വ്യാപാരമാണ്. സൃഷ്ടിയും പരിപാലനവും എല്ലാം ദൈവകൃപയുടെ വ്യാപരിക്കലാണ്. കൃപയാലാണ് ഇതെല്ലാം നടക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതും മഴ പെയ്യുന്നതും ഭൂമി കറങ്ങുന്നതും ഈ പ്രപഞ്ചം അതിൻ്റെതായ നിയമവ്യവസ്ഥിതികളോട് നിലനിൽക്കുന്നതും അതിലെ ചെറുതും വലുതുമായിരിക്കുന്ന സകല കാര്യങ്ങളും ദൈവകൃപയുടെ ഒരു പ്രവർത്തനമാണ്. മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന നന്മകളും എല്ലാ മനുഷ്യർക്കും ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കൃപയാണ്. അതിനെയാണ് നമ്മൾ പൊതുവായ കൃപ എന്ന് വിളിക്കുന്നത്. അത് പല തലങ്ങളിൽ, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദൈവത്തിന്റെ പൊതുകൃപയുടെ വ്യാപാരം, അത് സാമ്പത്തിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ശാസ്ത്രീയ രംഗത്താണെങ്കിലും എല്ലാ തലങ്ങളിലും ദൈവകൃപയുടെ ഒരു വ്യാപാരം ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് തിരിച്ചറിയാനും അംഗീകരിക്കാനും അതിന് നന്ദി പറയാനുമുള്ള ഒരു വലിയ അനുഗ്രഹമാണ്, തിരിച്ചറിവാണ് ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന നമുക്കറിയാം. അത് പൊതുവായ കൃപ. ഈ കൃപയുടെ വ്യാപാരത്തിന്, കൃപ ലഭിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ദൈവത്തിലുള്ള വ്യക്തിപരമായിരിക്കുന്ന വിശ്വാസം ആവശ്യമില്ല. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേലയുടെ അനിവാര്യതയും ഇല്ല. അത് ദൈവത്തിന്റെ സൃഷ്ടിപരമായ പ്രവർത്തനത്തിൽ വ്യാപരിക്കുന്ന ആദ്യ സൃഷ്ടി, ഈ ലോക സൃഷ്ടിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപാ പരിപാടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കൃപയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിന്റെ പ്രത്യേക കൃപ, ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന കൃപ. അത് രക്ഷാകരമായ കൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞ് പൗലോസ് പറയുന്ന വാക്കുണ്ടല്ലോ. അത് ഈ കൃപ എന്നത് അത് പൊതുവായ കാര്യമല്ല, അത് ക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്ന ഒരു കൃപയാണ്. അതുകൊണ്ട് കൃപ ലഭിച്ചു, ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ, കൃപയാലാണ് ഈ രക്ഷ കിട്ടിയത് എന്ന് പറയുമ്പോൾ ഈ എന്താണ് നമുക്ക് കിട്ടിയത്? അത് ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സകലത്. പൊതുവായ കൃപ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സകലതും നൽകുന്ന ദൈവത്തിന്റെ കൃപയാകുമ്പോൾ, മനുഷ്യൻ എന്നേക്ക് ജീവിക്കുന്ന, നിത്യമായി ജീവിക്കുന്ന ദൈവരാജ്യ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സകലതും നൽകുന്ന ദൈവപരിപാടിയാണ് രക്ഷാകരമായിരിക്കുന്ന കൃപ. വേറെ വാക്കിൽ പറഞ്ഞാൽ, ദൈവം പ്രത്യേകമായി നമുക്ക് കൃപയാല് നമുക്ക് നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് തരുന്നത്? നമുക്ക് തരുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമുക്ക് ദൈവം നൽകുന്ന പ്രത്യേക കൃപ, രക്ഷാകരമായ കൃപ. നമ്മുടെ യോഗ്യത നോക്കി തന്നല്ല, ക്രിസ്തു ജീവിച്ച ജീവിതം, ദൈവത്തോടുള്ള യഥാർത്ഥ ബന്ധത്തിൽ, സകല മനുഷ്യരോടുമുള്ള യഥാർത്ഥ ബന്ധത്തിൽ, രോഗദുഃഖങ്ങളും കഷ്ടതകളും കണ്ണുനീരുമില്ലാത്ത ആ സമഗ്രമായ പൂർണ്ണതയുള്ള നന്മയുടെ സമ്പൂർണതയായ ആ ക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവിതം, നിത്യമായ ജീവിതം, അതാണ് ദൈവം നമുക്ക് കൃപയാലെ നൽകിയിരിക്കുന്നത്. അതായത് ദൈവത്തെയും ദൈവിക മാർഗങ്ങളെയും നിരാകരിച്ച് പാപത്തിലും അതിന്റെ ദുരിതങ്ങളിലും ജീവിച്ച് നശിച്ചു പോയിരുന്ന മനുഷ്യരെ വീണ്ടും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് മടക്കി വരുത്തി അവരെ ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിന് ക്രിസ്തുവിൽ പ്രാപ്തരാക്കുന്ന ദൈവിക പ്രവർത്തനമാണ് രക്ഷാകരമായിരിക്കുന്ന കൃപ. Grace is a supernatural enablement for living the new life in Christ. ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന സവിശേഷമായിരിക്കുന്ന ദൈവദാനത്തിനാണ് രക്ഷാകരമായിരിക്കുന്ന കൃപ എന്ന് നമ്മൾ പറയുന്നത്.
റോമാലേഖനം 3:8 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ജഡത്താനുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തത് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലും അതിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ പുത്രന്റെ ശാരീരികമായിരിക്കുന്ന സ്വരൂപം മാത്രമല്ല, ആ വ്യക്തിത്വത്തിന്റെ, യേശുക്രിസ്തു എന്ന മനുഷ്യ വ്യക്തിത്വത്തിന്റെ ആ സ്വരൂപത്തോട്, അതിന്റെ സ്വഭാവത്തോടും അതിന്റെ സവിശേഷതകളോടും അതിന്റെ പൂർണ്ണതകളോടും അനുരൂപരാകുവാൻ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ പുത്രനോട് സദൃശരായി തീരുവാൻ, അവനോട് സദൃശന്മാരായി തീരുവാൻ, അതാണ് രക്ഷ. അതിനുള്ള കൃപ, അതിനുള്ള ദൈവിക വ്യാപാരം നമുക്കുണ്ട്. അതാണ് നമ്മൾ കൃപ. അപ്പൊ ഈ കൃപ നമ്മൾ ലഭിച്ചാല്, ഈ കൃപ നമുക്ക് ലഭിക്കുമ്പോൾ സത്യത്തിൽ ആ കൃപ നമ്മുടെ പങ്കിനെ ഇല്ലാതാക്കുന്ന, നമ്മളെ നിഷ്ക്രിയരാക്കി തീർക്കുന്ന ഒരു പദ്ധതിയല്ല. അത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന ഒരു ദൈവ ചൈതന്യമാണ്. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്ന, നിലനിൽക്കുന്ന ദൈവത്തിന്റെ വിഭാവനയിലുള്ള മനുഷ്യനാക്കി അവന്റെ വ്യക്തിത്വത്തെയും അവന്റെ കഴിവുകളെയും അറിവിനെയും ശക്തിയെയും എല്ലാം ആക്കി തീർക്കുന്ന ഒരു ദൈവ പരിപാടിയാണ് ഈ കൃപ. ഈ കൃപ ലഭിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്, യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, യഥാർത്ഥത്തിൽ അറിയാൻ തുടങ്ങുന്നത്, യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, യഥാർത്ഥത്തിൽ സൽസ്വഭാവമുള്ളവരാകാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അതിനെ നമ്മളെ നിഷ്ക്രിയരായ പാവകളാക്കി തീർക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അത് നമ്മളെ പ്രവർത്തനോന്മുഖമാക്കി തീർക്കുന്ന ഒരു പദ്ധതിയാണ് ദൈവകൃപ. പാപം നമ്മളെ ഒരർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തികളെ ഇല്ലാതാക്കി നമ്മളെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായി തീരുമ്പോൾ ദൈവകൃപ നമ്മെ യഥാർത്ഥത്തിൽ പ്രവർത്തന നിരതരാക്കുന്ന ഒരു ദൈവ ശക്തിയാണ്, ദൈവിക വ്യാപാരമാണ്. അതുകൊണ്ട് കൃപ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അധ്വാനത്തെ ഇല്ലാതാക്കുന്നതല്ല, മനുഷ്യനെ യഥാർത്ഥ അധ്വാനിയാക്കുന്നതാണ്. മനുഷ്യനെ പ്രവർത്തനരഹിതനാക്കുന്നതല്ല, മനുഷ്യനെ യഥാർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പൊ പൗലോസിന്റെ കൃപയെ പറ്റി പറഞ്ഞപ്പോൾ സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക്, അതിന്റെ അടുത്ത സെന്റൻസിൽ പറയുന്നത്, അത് നമ്മെ ഈ ലോകത്തിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ശിക്ഷിച്ചു വളർത്തുകയാണ്. ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷണം ചെയ്ത്, നമ്മളെ ട്രെയിൻ ചെയ്ത് പോഷിപ്പിച്ചു വളർത്തുന്ന, അതായത് യഥാർത്ഥത്തിൽ നമ്മളെ ആക്റ്റീവാക്കുന്ന പ്രവൃത്തിയാണ്. ഈ ലോകത്തിന്റെ മറ്റു പ്രവൃത്തികൾ ആക്റ്റീവാക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ആക്റ്റീവാക്കുന്നുണ്ട്, നമ്മെ പ്രവർത്തനത്തിലാക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവൃത്തിയുടെ അന്തം എന്താ? നാശം, ഇല്ലായ്മ. എന്നാൽ ഈ പ്രവൃത്തിയുടെ പരിസമാപ്തി എന്താ? സമ്പൂർണത. ഏതാ പ്രവൃത്തി? അതാണോ പ്രവൃത്തി? ഇതാണോ പ്രവൃത്തി? അത് പ്രവൃത്തിയാണോ എന്ന് വെച്ചാൽ അത് പ്രവൃത്തിയാണ്. പക്ഷെ സർവ്വലോകവും നേടിയാലും നിലനിൽക്കുകയല്ല. എന്നാൽ ഈ പ്രവൃത്തിയോ? യഹൂദന്മാർ ചോദിച്ചപ്പോൾ ദൈവത്തിന് ഹിതകരമായ പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞു. ഇതൊരു പുതിയ പ്രവൃത്തിയാണ്. എന്റെ പിതാവ് പ്രവർത്തനനിരതനായിരിക്കുന്നു കർത്താവ് പറഞ്ഞു. നമ്മളും കർത്താവ് പ്രവർത്തനനിരതനായിരിക്കുന്നു പറഞ്ഞു. നമ്മളും ഇന്ന് പ്രവർത്തനനിരതരാണ്. അപ്പൊ നമ്മെ പ്രവർത്തനനിരതരാക്കുന്ന, നമ്മളെ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമോ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന, എന്തിനധ്വാനിക്കുന്നോ അതിനുവേണ്ടി അധ്വാനിപ്പിക്കുന്ന, എന്തിനു വേണ്ടി പ്രയത്നിക്കണമോ അതിനുവേണ്ടി പ്രയത്നിപ്പിക്കുന്ന ഒരു ദൈവ ചൈതന്യമാണ് ദൈവകൃപ. നമ്മെ റോബോട്ടുകളാക്കി തീർക്കുന്നതല്ല. ഒരു ബലഹീനമായ ഉദാഹരണം എന്റെ മനസ്സിൽ വരുന്നത്, ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയാല് ആ പഠിപ്പിക്കുന്ന പരിശീലകൻ ഈ ആളെ ആ സീറ്റിൽ നിന്ന് മാറ്റി ഇരുത്തിയിട്ട് വണ്ടി ഓടിക്കുമല്ലോ. പലപ്പോഴും പല ആളുകൾക്കും അതാ വേണ്ട, ഒരു ഡ്രൈവറെ കിട്ടിയാൽ മതി, അവര് യാത്രക്കാരുടെ സീറ്റ് മാറിയിരുന്നാൽ മതി. എന്നാൽ പരിശീലനം ചെയ്യുന്നത് എന്താ? ഈ ആളെ പരിശീലിപ്പിച്ച് അവസാനം സ്വന്തമായിട്ട് ഈ വാഹനം നിയന്ത്രിച്ച് ഓടിക്കാനായിട്ട് പ്രാപ്തനാക്കി തീർക്കും. ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ചെയ്യുന്നത് എന്താ? വിദ്യാർത്ഥിയുടെ ഹോംവർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കല്ല. ഈ അധ്യാപകന്റെ നിലവാരത്തിലേക്ക് ഈ വിദ്യാർത്ഥിയെ വളർത്തിക്കൊണ്ടുവരികയാണ്. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ശിഷ്യ ഗുരുവിനെ പോലെ ആയിത്തീരും. അതാണ് കൃപയുടെ വ്യാപാരം.
കൃപ നമ്മളെ ജീവിപ്പിക്കുന്ന, നമ്മെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ്. നമ്മുടെ വ്യക്തിത്വം അതിന്റെ എല്ലാ തലങ്ങളിലും അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുകയാണ് കൃപയിൽ ചെയ്യുന്നത്. ശരിയായ അറിവ്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, വികാരങ്ങളുടെ ഏറ്റവും പക്വമായിരിക്കുന്ന ഉപയോഗം, ആസ്വാദനം, നമ്മുടെ വാക്കുകൾ അതിന്റെ ശ്രേഷ്ഠത, നമ്മുടെ പ്രവൃത്തികൾ ഏറ്റവും ഫലപ്രദമാക്കി തീർക്കുക, നമ്മുടെ പ്രതികരണങ്ങൾ എല്ലാം യേശുക്രിസ്തുവിന്റെ നിലവാരത്തിലാക്കുന്ന ഒരു പ്രക്രിയയാണ് രക്ഷയുടെ വളർച്ചയിൽ നമുക്ക് സംഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ശിഷ്യനെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഗുരുവിനെ പോലെയാകും. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ചെയ്യുന്ന കൃപാപ്രവൃത്തി. അത് ദൈവാത്മാവിനാൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം. യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് ജീവിക്കേണ്ടത്. നമ്മെ മഹാത്മാഗാന്ധിയുടെ ജീവിതം ജീവിക്കാനോ എബ്രഹാം ലിങ്കന്റെ ജീവിതം ജീവിക്കാനോ അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി. ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഒരു മനുഷ്യനായ ലോകത്തിൽ വന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നിത്യമായിരിക്കുന്ന ആ ജീവിതം എന്നെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് ജീവിപ്പിക്കാം. അതിന്റെ സകല മഹത്വത്തിലും അതിന്റെ സകല സമ്പന്നതയിലും സമൃദ്ധിയിലുമുള്ള ആ ജീവിതം, അത് ജീവിക്കാൻ എങ്ങനെ കഴിയും? മനുഷ്യന് കഴിയും. അത് ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ കഴിയൂ. ക്രിസ്തുവിനെ മരിച്ച് ഉയർപ്പിച്ചവന്റെ ആത്മാവ് അത് നമ്മി വ്യാപരിക്കണം. അതാണ് കൃപ എന്ന് നമ്മൾ പറഞ്ഞത്. കൃപ കൂടാതെ ഈ ജീവിതം ജീവിക്കാൻ കഴിയാൻ. കർത്താവ് ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. എന്താണ് മനുഷ്യരാൽ അസാധ്യമായത്? രക്ഷിക്കപ്പെടൽ, ഈ ക്രിസ്തു ജീവിതം ജീവിക്കാൻ, എന്നേക്കും ജീവിക്കാൻ. ആർക്ക് കഴിയും? മനുഷ്യൻ അസാധ്യം. ആർക്ക് കഴിയും? എന്നാൽ കഴിയും, ദൈവത്തിന് കഴിയും. മനുഷ്യരുടെ അസാധ്യം ദൈവത്താൽ കഴിയുന്നു. ക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവിതം ജീവിക്കാനുള്ള ആ സാധ്യതയാണ് ദൈവം നമുക്ക് ഔദാര്യമായി അനർഹരായ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ കൃപ കൂടാതെ നമുക്ക് കഴിയുകയില്ല. നാമാണ് ജീവിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും കഴിവുകൾക്കും ആരോഗ്യത്തിനും സമ്പത്തിനും എല്ലാം അതിൽ സമ്പൂർണമായ പങ്കുണ്ട്. അല്ലാതെ നമ്മളെ റിമോട്ട് കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് നമ്മുടെ രക്ഷയുടെ കാര്യത്തിലെടുത്താലും രക്ഷിക്കപ്പെടുക, രാവിലെ എഴുന്നേറ്റ് അങ്ങ് രക്ഷിക്കപ്പെടുക അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒരു സമയം എഴുന്നേറ്റ് പെട്ടെന്ന് അങ്ങ് രക്ഷിക്കപ്പെടുക അത്ഭുതകരമാണ് അല്ല. അതിനുള്ള ആലോചന, സുവിശേഷം കേൾക്കൽ, പാപബോധം വരൽ, ബോധ്യം വരൽ, മനസ്സാന്തരം വരൽ, കർത്താവിനെ പറ്റിയുള്ള തിരിച്ചറിവ് വരൽ, അവൻ എനിക്ക് മതിയായവനാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരൽ. എന്നിട്ട് ആ ബോധ്യം വിശ്വാസമായിട്ട് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നു. ഇതൊക്കെ ആരാ ചെയ്തേ? നമ്മളല്ലേ ചെയ്തേ. എന്നാൽ എങ്ങനെ നമുക്കിത് കഴിഞ്ഞു? ദൈവത്തിന്റെ കൃപ, രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ. നമ്മുടെ പങ്കിനെ ഇല്ലാതെയാക്കുകയല്ല, നമ്മുടെ പങ്കിനെ മുഴുവനായിട്ട് ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള, നമ്മുടെ എല്ലാ പ്രവൃത്തിക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യാപാരമാണ് ദൈവകൃപയുടെ വ്യാപാരം. ദൈവകൃപയുടെ അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തിയെ അപ്രസക്തമാക്കുകയല്ല, നമ്മളെ നിഷ്ക്രിയരാക്കുകയല്ല, നമ്മളെ ഒന്നും ചെയ്യാതെ അലസന്മാരാക്കുകയല്ല. നമ്മുടെ പ്രവൃത്തിയെ ഫലപ്രദമാക്കുക, നമ്മളെ യഥാർത്ഥത്തിൽ പ്രവർത്തന നിരതരാക്കുന്ന, യഥാർത്ഥത്തിൽ മൂല്യമുള്ള അധ്വാനത്തിലേക്ക് നയിക്കുന്ന, നിലനിൽക്കുന്ന പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരു പുതിയ ഒരു പ്രവൃത്തി തലത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന, ഒരു അനശ്വരമായ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക വ്യാപാരത്തിനാണ് ഈ ദൈവകൃപ എന്ന് നമ്മൾ പറയുന്നത്. സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണേ. ദൈവമാണ് നമ്മുടെ പ്രവൃത്തിയെ യഥാർത്ഥത്തിൽ സാധ്യമാക്കുന്നത്, ഫലപ്രദമാക്കുന്നത്, നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണവും ലക്ഷ്യമുള്ളതാക്കി നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും, നമ്മുടെ എല്ലാ അധ്വാനങ്ങൾക്കും നിലനിൽക്കുന്ന മൂല്യമുള്ളതാക്കി തീർക്കുന്നത് ഈ സവിശേഷമായ ദൈവകൃപയുടെ വ്യാപാരമാണ്. മൂന്നാമതായിട്ട്, ദൈവത്തിന്റെ കൃപയും മനുഷ്യന്റെ അധ്വാനവും തമ്മിലുള്ള ഈ പരപൂരകത്വം വ്യക്തമാക്കുന്ന ചില വേദഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അതായത് ഈ 2 വാക്യങ്ങൾ, ഈ വാക്യത്തിൽ പറയുന്നത് ദൈവം താൻ നമുക്ക് വേണ്ടതെല്ലാം ദാനം ചെയ്തിരിക്കുന്നു. വാഗ്ദത്തങ്ങളും ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും, അതായത് ജീവിക്കാൻ വേണ്ടതും ഭക്തജീവിതത്തിലും എല്ലാം നൽകിയിരിക്കുന്നു. വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ഈ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിച്ച് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദൈവമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർക്കുന്നത്. എന്നിട്ട് പറയണം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനവും ഇന്ദ്രിയത്തോട് ഭക്തിയും, ഭക്തിയോട് ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. സകല ഉത്സാഹവും, ബി ഡിലിജന്റ്. ഉത്സാഹിക്കണം. ദൈവം തന്നു, നമ്മൾ ഉത്സാഹിക്കണം. ദൈവം തന്നില്ലെങ്കിൽ, ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മുടെ ഉത്സാഹം കൊണ്ട് ദിവ്യ സ്വഭാവം വരുമോ നമുക്ക്? ദൈവം തന്നതുകൊണ്ടാണ് നമ്മുടെ ഉത്സാഹം അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. അത് നമുക്ക് ഒന്നും ചെയ്യേണ്ടതെന്നല്ല, സകല ഉത്സാഹം കഴിച്ച്. 2-ാമതൊരു വാക്യം ഫിലിപ്പിയർ 2:12-13 വാക്യം. ഫിലിപ്പിയർ 2:12-13. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നുള്ളത് രക്ഷ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ല, രക്ഷയെ പ്രവർത്തിക്കുവിൻ എന്നാണ് അതിന്റെ ശരിയായ പരിഭാഷ. നമുക്കറിയാലോ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. ഇതൊരു പ്രവൃത്തിയെ പറ്റി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ രക്ഷ നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. രക്ഷ എന്നുള്ളത് ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ പ്ലാൻ. ദൈവികമായിരിക്കുന്ന ഒരു പ്ലാനാണ്, ഒരു പദ്ധതിയാണ്. എന്നെ സംബന്ധിച്ചുള്ള ഒരു ദൈവിക പദ്ധതിയാണ്. അതിന്റെ ആസ്തികളും അതിന്റെ പരിപാടികളും എല്ലാം രൂപകൽപ്പന ചെയ്ത് അതിന്റെ മൂലധനവും എല്ലാം സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ് ദൈവം. എന്നിട്ട് എന്നോട് പറയാണ്, വർക്ക് ഇറ്റ് ഔട്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയുക. അതുകൊണ്ട് പറയുക. എന്നിട്ട് അടുത്ത വാക്യം, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കാതെ സാധിക്കില്ല. നമ്മുടെ പ്രവൃത്തി സാധ്യമാവുകയില്ല. ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി നിഷ്ഫലം. കൊരിന്ത്യർ ലേഖനം 15:10 പൗലോസിന്റെ ഉദാഹരണം. ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. എന്നൊരു അടുത്ത വാക്യം, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ കൃപ പൗലോസിന് വ്യാപരിച്ചത്? അവരെല്ലാവരും അധ്വാനിക്കാൻ. അതീവ കൃപ, അത്യധികമായ കൃപ, അത്യധികമായിരിക്കുന്ന അധ്വാനം. പൗലോസ് പറയും, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്ര. ഞാനാണ് അധ്വാനിച്ചത്? അതെ. എന്നാൽ ആരാ അധ്വാനിച്ചത്? ദൈവകൃപ. അതാണ് അതിന്റെ പരമപൂർവ്വത്വം. 1 കൊരിന്ത്യർ 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവരായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത്. അധ്വാനം, ഡിസിപ്ലിൻ, എല്ലാത്തിനും ഇതിനകത്തൊരു പങ്കുണ്ട്. ഇത് വിശുദ്ധീകരണത്തിൽ മാത്രമല്ല, വീണ്ടും ജന്മത്തിലും നമുക്കറിയാം, നമ്മളെ നിഷ്ക്രിയരായിട്ടല്ല നമ്മളെ കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ വികാരത്തെയും നമ്മുടെ തീരുമാനശേഷിയെയും എല്ലാം ബോധപൂർവമായി ഉത്തരവാദിത്വം ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് നമ്മെ ദൈവവൈദ്യരാക്കി വീണ്ടും ജനിപ്പിച്ചു കൊണ്ടുവരുന്നത്. വീണ്ടും ജനിച്ചിട്ടാണോ വിശ്വസിക്കുന്നത്, വിശ്വസിച്ചിട്ടാണോ വീണ്ടും ജനിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ലോജിക്കലായിരിക്കുന്ന ചില ചോദ്യങ്ങളാണെങ്കിലും പ്രയോഗത്തിൽ നമുക്കറിയാം ഇത് സൈമൾട്ടേനിയസിനായിട്ട് പോകുന്ന കാര്യങ്ങൾ ആണ്. മാനസാന്തരം, വിശ്വാസം എന്നിങ്ങനെയുള്ള വ്യവസ്ഥകൾ മനുഷ്യന്റെ ഡെലിബറേറ്റ് ആയിരിക്കുന്ന ആക്ഷൻസ് ആണ്. അത് ദൈവമല്ല, നമ്മളാ ചെയ്യുന്നത്. എന്നാൽ ദൈവത്താലല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. 4-മതൊരു കാര്യം, സത്യത്തിൽ ദൈവത്തിന്റെ പൊതുവായ കൃപയുടെ പ്രവർത്തനത്തിലും ഈ പരപൂരകത്വം നിലനിൽക്കുന്നുണ്ട്. ദൈവകൃപ, മനുഷ്യന്റെ ഉത്തരവാദിത്വം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വെച്ച് എടുത്തു നോക്കിയാൽ അറിയാം, ദൈവം പ്രവർത്തിക്കാതെ ആ പ്രവൃത്തി ഒന്നും സാധിക്കില്ല. ഞാൻ പല ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം, ഒരു വൃക്ഷത്തിന്റെ തൈ നമ്മൾ നടുകയാന്നിരിക്കട്ടെ, ഒരു മാവിന്റെ ഇത്. അത് വളർന്ന് അതിന് ഫലം കായ്ക്കണമെങ്കിൽ എന്തുമാത്രം അധ്വാനമുണ്ട്.
നല്ല വിത്ത് തിരഞ്ഞെടുത്ത് നടണം. അത് നട്ട് വളർത്തി വെള്ളമൊഴിച്ച് വളമിട്ട് കേടൊന്നും വരാതെ സൂക്ഷിച്ച് അങ്ങനെ പരിപാലിച്ച് അതില് ഫലമുണ്ടായി നമ്മള് മാങ്ങ പറിച്ച് തിന്നുമ്പോ നമ്മൾ പറയും, എന്റെ അധ്വാന ഫലം, ഞാൻ നട്ടു, ഞാൻ ഈ മാങ്ങ പറിച്ചു എന്ന് പറയാം. എന്നാൽ ഈ എന്റെ പ്രവൃത്തി ഫലപ്രദമാകണമെങ്കിൽ ദൈവികമായിരിക്കുന്ന വേറൊരു പ്രവൃത്തി ഇതിന്റെ പിന്നില് അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു മാങ്ങയുടെ വിത്ത് നമ്മൾ നട്ടാല് അത് മാവിന്റെ തൈയായി രൂപപ്പെടുത്തുന്നത് നമ്മളാണോ? ദൈവം വെച്ച അത്യന്തം അത്ഭുതമായിരിക്കുന്ന ആ ജീവൻ അതിനകത്തുണ്ട്. ഈ തൈ വളർന്നു വന്ന് തണ്ടായി, ഇലയായി, കമ്പായി, ശാഖകളായി, അത് പുഷ്പിച്ച് ഫലങ്ങളായി തീരുന്ന ആ പ്രക്രിയ ഇത് ആര് ചെയ്തതാണ്? ദൈവത്തിന്റെ പൊതുവായ കൃപ. ഈ ഇലകൾ ഭക്ഷണം പാകം ചെയ്ത് ഇത് വളർന്നതിന് സൂര്യനെ ഉദിപ്പിച്ച് നൽകിയത് ആരാണ്? ദൈവത്തിന്റെ മഹാകൃപ. ഭൂമി കൂടെ മണ്ണിൽ ഒഴിച്ചാൽ താഴേക്ക് പോകുന്ന വെള്ളത്തെ മേലോട്ട് വലിച്ചു കയറുന്ന ഓസ്മോസിസ് പ്രക്രിയയിലൂടെ ഇതിനിങ്ങനെ വളർന്നാണെന്ന് തോന്നുന്നു. ഇത് വളർന്ന് വലിച്ചു കയറ്റി ഇതിന്റെ കോശങ്ങൾ രൂപീകരിച്ചത് നമ്മുടെ പ്രവൃത്തിയാണ്. സത്യത്തിൽ ദൈവത്തെ ഈ ഒരു വൃക്ഷം വളർന്ന് ഫലം കായ്ക്കുന്നതിലെ അതിന്റെ ആ പ്രക്രിയയിൽ ദൈവം ചെയ്ത അതിശയകരമായിരിക്കുന്ന കൃപാപരിപാടി നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ, പറഞ്ഞിട്ടുമല്ല. ആ പ്രവൃത്തിയെ ഓർക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി എന്താ? ഒന്നുമല്ല. നട്ടു, വെള്ളമൊഴിച്ചു, പുഴുകുത്തി കളയാൻ നോക്കി, സംരക്ഷിച്ചു, മാങ്ങ കഴിപ്പിച്ച നമ്മള്, ഇല വരുത്തിയ നമ്മള്, പൂപ്പിച്ച നമ്മള്. ദൈവത്തിന്റെ കൃപ, നമ്മുടെ അധ്വാനം. അങ്ങനെ ദൈവം ചെയ്യുന്നു. ഏത് കാര്യം നമ്മൾ നോക്കിയാൽ അറിയാം. ഒരാൾ പഠിച്ചു ജയിച്ചു, ഞാൻ പഠിച്ചു ജയിച്ചു. ഈ പഠിക്കാനുള്ള ബുദ്ധി ആര് തന്നു? അത് ഗ്രഹിക്കാനുള്ള യോജിക്കാര് തന്നു? സാഹചര്യങ്ങൾ ആര് സൃഷ്ടിച്ചു തന്നു? ആരോഗ്യം ആര് തന്നു? ആവർത്തന പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്റെ ശക്തിയും എന്റെ കൈയുടെ ഫലവും ഈ സമ്പത്തുണ്ടാക്കി നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്തതിന്റെ നിയമം എന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നെബൂഖദ്നേസർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ മേല, ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പെടുത്ത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ് രാജാവ് പറഞ്ഞു. എന്നാൽ ഒരു ദൈവവൈദ്യന്റെ പ്രസ്താവന അതല്ല. ദാവീദ് പറഞ്ഞതുപോലെ, ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തനാകുവാൻ ഞങ്ങളാ, എന്റെ ജനവും എന്തുള്ളൂ, സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. പൊതുവായ കൃപയിലും ഈ ദൈവത്തിന്റെ സർവാധികാര കൃപാപരിപാടിയും മനുഷ്യന്റെ ഉത്തരവാദിത്വപൂർണമായിരിക്കുന്ന പ്രവൃത്തിയും സമഞ്ജസമായി പരപൂരകമായി ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം. അത് തന്നെ ദൈവത്തിന്റെ പ്രത്യേക കൃപയിലും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ബോധപൂർവമായ സമ്പൂർണമായ പ്രവർത്തനം. മനുഷ്യന്റെ അധ്വാനത്തെ നിരാകരിക്കുന്നതല്ല കൃപ, മനുഷ്യന്റെ അധ്വാനത്തെ ഫലപ്രദമാക്കുന്നതാണ് കൃപ. അത് പൊതുവായ കൃപയിലാണെങ്കിൽ മനുഷ്യന്റെ ആത്മീയമായിരിക്കുന്ന മനുഷ്യന്റെ അധ്വാനത്തെ നിരാകരിക്കുന്നതല്ല കൃപ, മനുഷ്യന്റെ അധ്വാനത്തെ നിത്യമായ ഫലപ്രാപ്തി ഉളവാക്കുന്നതാണ് ദൈവത്തിന്റെ സവിശേഷമായ കൃപ. Grace does not make man inactive and passive. It is the divine hand that makes human actions efficacious. നമ്മുടെ പ്രവൃത്തികളെ നിത്യമായി ഫലപ്രദമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതാവഹമായിരിക്കുന്ന ഇടപെടലാണ് ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന കൃപ. അതുകൊണ്ട് കൃപ നമ്മെ അലസന്മാരാക്കുന്നതല്ല, കൃപ നമ്മെ അധ്വാനിപ്പിക്കുന്നവരാക്കുന്നതാണ്, ഫലപ്രദമായി ജീവിക്കാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്, നമുക്ക് പ്രചോദനം നൽകുന്നതാണ്, അതിനോട് ശക്തി തരുന്നതാണ്. എന്താണ് നമ്മുടെ ആത്മീയ അധ്വാനത്തിന്റെ മേഖലകളൊന്നുകൂടി ഞാൻ ഓർത്തു നോക്കുകയാണ്. ഒന്ന്, മാനസാന്തരപ്പെട്ട് ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കലാണ് രക്ഷയെങ്കിൽ നമുക്കതിൽ അധ്വാനം ഇല്ലേ? നമുക്കതിലൊരു കോൺട്രിബ്യൂഷൻ ഇല്ലേ? നമുക്കതിലൊരു ചെലവില്ലേ? നമുക്കതിലൊരു റോളില്ലേ? ഒരു പങ്കില്ലേ? മുഴുവനുണ്ട്. നമ്മൾ മുഴുവൻ നമ്മുടെ സകല സാധ്യതകളും അതിനുവേണ്ടി നമ്മൾ കൊടുക്കുക. കാരണം ദൈവം പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് നമ്മളും പ്രവർത്തിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ അത് എളുപ്പമുള്ള പണിയാണോ? എളുപ്പമുള്ളവരാണെങ്കിൽ നമ്മൾ സുവിശേഷം പറയുമ്പോൾ എല്ലാവരും അപ്പം തന്നെ രക്ഷിക്കപ്പെടുമായിരുന്നല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്
തെറ്റുകൾ സമ്മതിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്. ദൈവകൃപ തരാതെ നമുക്കത് ചെയ്യാൻ കഴിയും. എത്രയോ പേര് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് നമ്മൾ ചെയ്തു? നമ്മളാ ചെയ്തത്. ദൈവത്തിന്റെ കൃപ. അതിന് ബുദ്ധിമുട്ടുണ്ടായോ? അതിന് സങ്കടമുള്ളതാണ്. വാസ് ഇറ്റ് ഹാർഡ് വർക്ക്? അതൊരു അധ്വാനം തന്നെയാണ്. അതൊരു ചെലവുള്ള കാര്യമാണ്. ദൈവവചനത്തിന്റെ പഠനം ഈ ലോകത്തിന് അനുരൂപമാകുന്ന നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവഹിതം എന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ എളുപ്പമാണോ വിഷമമാണ്? പ്രയാസമുള്ള കാര്യം. നമ്മൾ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സാധിക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ നമ്മളിലൂടെ സാധിക്കും. സഭയിലെ ആത്മീയ പരിപാടികൾ, ശിക്ഷണം നിങ്ങളെ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അനുസരിക്കുക, കീഴടങ്ങൽ പ്രയാസമുള്ള കാര്യമാണ്. സഭയുടെ ശിക്ഷണത്തിന് വിധേയപ്പെടാൻ, സഭാ ശുശ്രൂഷകൾ ചെയ്യണം. സിമ്പിളായ കാര്യം. കഠിനാധ്വാനം. ഒരുവൻ ഓപ്പൻ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. നോട്ട് ഓൺലി ദാറ്റ്, ഇതൊരു ഒരു പ്ലസന്റ് ആയ വേലയല്ല, ഇറ്റ്സ് ഹാർഡ് വർക്ക്. എല്ലാ ആത്മീയ ശുശ്രൂഷകളും വളരെ ത്യാഗം ആവശ്യമായിരിക്കുന്ന, ആത്മാർത്ഥമായ സത്യ ആവശ്യമായ കാര്യമാണ്. പ്രാർത്ഥന ഈസിയായ ദൗത്യമാണ്. കർത്താവ് പറഞ്ഞു, ശരീരം ബലഹീനമെങ്കിലും ആത്മാവൊരുക്കം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരിക്കണം, ജാഗരിക്കണം. പ്രാർത്ഥന അതൊരു ഒരു 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 തീവ്രമായിരിക്കുന്ന ഒരു അധ്വാനത്തിന്റെ, ആത്മാർത്ഥമായിരിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുന്ന വിശ്വാസത്തിന്റെ കൈയാണ് പ്രാർത്ഥന. നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയില് നമ്മൾ പലപ്പോഴും വേണ്ടുപോലെ പ്രാർത്ഥിക്കുന്ന അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റോമാലയത്തിൽ പറയുന്നത്. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കർത്താവ് പഠിപ്പിക്കുക. സുവിശേഷ ദൗത്യം എളുപ്പമുള്ള വഴിയാണ്. നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെ ശിഷ്യരാക്കുക എന്ന് പറഞ്ഞത് ഈസിയായ കാര്യമാണ്. കഴിഞ്ഞ 2000 വർഷമായി ലോകത്തിലെ സുവിശേഷീകരണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന അധ്വാനം, വിയർപ്പ്, രക്തം, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ശിഷ്യരാക്കൽ, മെന്ററിങ്, കറക്ഷൻ, കഠിനാധ്വാനം, അത്യധ്വാനം. പക്ഷെ കഴിയും. കഷ്ടങ്ങളിലും പീഡനങ്ങളിലും സഹിഷ്ണുതയുള്ളവരാകുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കിടക്കുക. അധ്വാനമാണ്, കഷ്ടപ്പാടാണോ, കണ്ണുനീരൊഴുക്കലാണോ, ക്ഷീണിച്ചു പോകലാണോ, ഉറക്കളപ്പാണോ, പട്ടിണിയാണോ? ആണ് അത്യധ്വാനം. ദൈവകൃപയാൽ ഇത് കഴിയും. പൗലോസ് പറഞ്ഞു, എല്ലാവരെക്കാളും അധ്വാനിച്ചു, എന്നാൽ എന്നിൽ വ്യാപരിച്ച ദൈവകൃപ. അല്ലെങ്കിൽ പൗലോസിന് അത് കഴിയല്ല. ആർക്കും അത് കഴിയില്ല. നമുക്കും അത് കഴിയല്ല. ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ മനുഷ്യർക്ക് എളുപ്പമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന വാക്യം വായിച്ചതുപോലെ വിശ്വസിച്ചിട്ട് ഉറക്കാൻ മതി. വിശ്വസിച്ചത് ഉറക്കുന്ന കാര്യമല്ല. വിശ്വാസം എന്നുള്ളത് ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മെ ശക്തരാക്കുന്ന ഒരു കാര്യം, പ്രവർത്തന നിരതരാക്കുന്ന ഒരു ദൈവ പ്രവർത്തനമാണ് ദൈവകൃപ. ആരോ ചോദിച്ചു, ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലീവ് ക്രിസ്ത്യൻ ലൈഫ്? അന്നേരം എന്നോട് മറുപടി പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത് പ്രയാസമല്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തീയ ജീവിതം ജീവിക്കുന്ന പ്രയാസമല്ല, അത് അസാധ്യമാണ്. ആ അസാധ്യതയെ സാധ്യമാക്കാനാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പുത്രൻ സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിൽ ജനിച്ച് നമ്മുടെ ജീവിതം ജീവിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി വലത്തു ഭാഗത്ത് തേജസ്വിയായ മഹാരാജാവായിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതും നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുന്നതും അതാണ് ദൈവത്തിന്റെ കൃപ. ആ വീണ്ടെടുപ്പിന്റെ ദൗത്യം, ആ കൃപ, ആ ദൈവപ്രവൃത്തി നടന്നതുകൊണ്ട് നമ്മൾ വിജയിക്കും. നമുക്ക് കഴിയും. പാതാള ഗോപുരങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് കഴിയും. സ്വാഭാവിക മനുഷ്യനാൽ അസാധ്യമായ പ്രവൃത്തി ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഈ ലോകത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ സവിശേഷമായ രക്ഷാകരമായ കൃപയുടെ ആവശ്യമില്ല. അത് പൊതുവായ കൃപ. എല്ലാവർക്കുമായി ദൈവം
വീതിച്ചു കൊടുത്തിരിക്കുന്ന പൊതുവായ കൃപ. എന്നാൽ നിലനിൽക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ, നിത്യനാശത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച് വീണ്ടെടുത്ത് അവരെ തേജസ്സിലിരുത്തുന്ന യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ പങ്കാളികളാക്കി തീരാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്ന നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ, അസാധ്യമായ ആ പ്രവൃത്തി ചെയ്യാൻ അതിന് വിളിക്കപ്പെട്ടവരാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി. അതിന്റെ മഹത്വം വെളിപ്പെടുന്നത് ഈ രാജ്യത്തിലല്ല, അത് ദൈവരാജ്യത്തിന്റെ പ്രത്യക്ഷതയിലാണ്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് നമുക്ക് അത്യധ്വാനം ചെയ്യാം. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസിന്റെ 15-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ ആ വാക്യം: ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ അധ്വാനം, അതാണ് പ്രയത്നം, കർത്താവിൻ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആക്കുകയും. ദൈവത്തിന്റെ കൃപയുടെ അതിവ്യാപാരം നമ്മുടെ പ്രവൃത്തിയെ സാധ്യമാക്കി. കർത്താവ് പറഞ്ഞതുപോലെ, എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തനനിരതനായിരിക്കുന്നു. നമുക്കും കർത്താവിനോടുകൂടെ പ്രവർത്തനനിരതനായി ജീവിക്കാം. സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ദൈവ കൃപയെക്കുറിച്ചും ഒരു ദൈവഭക്തന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അധ്വാനത്തെയും പരിശ്രമത്തെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല, പരപൂരകങ്ങളായിട്ട് വർത്തിക്കുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ കേട്ടു. ഒരു സമാന്തര രേഖകളായിട്ട് പോകുന്ന കാര്യമല്ല, ഒരുമിച്ച് പോകുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് കേട്ടു. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ജീവിക്കണമെങ്കിൽ എന്താണ് ദൈവകൃപ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും, എന്താണ് ദൈവകൃപ എന്ന് നമ്മൾ കാണുകയും ചെയ്തു. അതുപോലെ എന്താണ് രക്ഷ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ കണ്ടു. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന മാറ്റമാണത്. ക്രിസ്തു ജീവിതം ജീവിക്കാനുള്ള ഒരു പരിപാടിയാണ് രക്ഷ എന്ന കാര്യം. പരിശുദ്ധാത്മ ശക്തി ഒരു പുതുജീവിതം നയിക്കുന്നതിനുള്ള ശക്തിയാണ്, അല്ലെങ്കിൽ അതാണ് നമുക്ക് ലഭിക്കുന്നത്, രക്ഷയിലൂടെ ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കേൾക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ക്രിസ്തു ജീവിതം ജീവിക്കുന്നതിനായി, അതിനായി പ്രയത്നിക്കുന്നതിനുള്ള പ്രചോദനമാണ് ദൈവകൃപയാൽ സാധ്യമാകുന്നത് എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് സഹോദരൻ അദ്ദേഹം ശക്തിയെ സ്തുതിക്കുന്നു.